നമ്മളൊക്കെ ആണെങ്കിലും വിദേശത്തൊക്കെ പോകാൻ ട്രൈ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. അതിനുവേണ്ടി അതിന്റെ ഒരു ഭാഗം കൂടാണ് ഇതിപ്പോ വന്ന് ഓടുന്നത് തന്നെ. നമുക്ക് ഇതൊരു എക്സ്പീരിയൻസ് കൂടാനും. അല്ലേന്നിപ്പോ പുറത്ത് പോവാൻ എവിടെ പോകാനാണ് ആഗ്രഹം? നമുക്കിപ്പോ എവിടെ നല്ലൊരു ജോലി കിട്ടിയാലും നമ്മൾ പോകാനായിട്ടിരിക്കും. പിന്നെ ഇടക്കുന്നത് ട്രെയിലറൊക്കെ അല്ലേ പുറത്ത് കൂടുതൽ? ട്രെയിലർ എന്ത് വണ്ടികളും ഓടിക്കാൻ കിട്ടുവാണെങ്കിൽ അത് എന്താണെന്നറിയാമോ, ഞാൻ ശരിക്കും ഒരു അവിചാരിതമായിട്ട് ഗ്രില്ല് വന്നാണ്. ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ക്വാളിഫിക്കേഷൻ ഞാൻ ഡിഗ്രി ആയിരുന്നു, ഫിസിക്സ് ആയിരുന്നു. ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ആദ്യം ഞാൻ ബാങ്കിൽ ജോലി ചെയ്തു, ബേക്കർ ഫിനാൻസിൽ. ആദ്യം കളക്ഷൻ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാറി 2-3 ഇടത്തൊക്കെ ആയിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുനാള് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ നോക്കിയപ്പോ നാട്ടില് ഒരു എന്ത് ജോലി ചെയ്താലും ഇത്രയ്ക്ക് ശമ്പളമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു 10 വർഷം 2014 ഞാൻ ഹെവി എടുക്കുന്നത്. അതൊക്കെ ഞാൻ ഹെവിയുടെ ഒരു ലെസൺ എടുത്താ. അതായത് നമുക്ക് ഡ്രൈവിനോട് താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ ഹെവി എടുത്ത് കഴിഞ്ഞിട്ട് ഹെവി വണ്ടിയൊക്കെ ഓടിച്ച് കുറച്ചാളോടെ കഴിഞ്ഞിട്ടാണ് ഹെവി വണ്ടിയൊക്കെ ഓടിക്കാൻ കിട്ടും. ലൈസൻസ് എടുത്തു. അന്ന് പോയി ബസ് ഓടിച്ച ലൈസൻസ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് വണ്ടി എടുത്തു. അപ്പം നല്ല ടിപ്പറാണ് എടുത്തത്. ടിപ്പർ എടുത്തിട്ട് അത് ഓടുമായിരുന്നു. നമ്മൾ സ്വയം ഓടിക്കുന്നതുകൊണ്ട് നല്ല വരുമാനം ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്ന് ഇടയ്ക്കൊന്ന് വിദേശത്ത് പോയി. അപ്പൊ അവിടുന്ന് പിന്നെ തിരിച്ചു വന്നപ്പം അപ്പൊ വണ്ടി കൊടുത്തിട്ടാവും. അവിടുന്ന് പിന്നെ തിരിച്ചു വന്നപ്പം തൽക്കാലം നാട്ടില് ഞാൻ നോക്കിയപ്പോ ടിപ്പർ ഫീൽഡിലൊക്കെ അത്യാവശ്യം ഡൗൺ ആയിരിക്കും. ഞാൻ നമ്മളെ കൂടെ ഓടുന്നവരെയൊക്കെ വിളിച്ചു. അപ്പൊ ഞാൻ ഇവിടെ ഓട്ടോ കുറവാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ബാംഗ്ലൂര്. പിന്നെ അങ്ങനെ അവൻ പറഞ്ഞ ഇവിടെ കണ്ടെയ്നർ ഓട്ടോ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ശരിക്കും നാഷണൽ ഫീൽഡിൽ വരുന്നത്. അതൊരു 2-3 സ്റ്റേറ്റ് വണ്ടി ഓടുന്നുള്ളായിരുന്നു. അതോടി പരിചയമായപ്പം അവിടുത്തെ മഹാരാഷ്ട്രയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മഹാരാഷ്ട്രയൊക്കെ പോകുന്ന ആ വണ്ടിയാണ് പോകുന്നത്. നാസിക്കൊക്കെ പോയിട്ടുണ്ട്, നാസിക്ക് പൂന. അത് കഴിഞ്ഞിട്ട് ഇവിടെ കയറുന്നു. ഇവിടെ കയറിയപ്പം അനുഭവം ഉണ്ടായിരുന്നു. അത് നമ്മള് മറ്റു സ്റ്റേറ്റിലൊക്കെ പോയി ജോലി ചെയ്യുമ്പോ ഞാൻ എന്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മള് മാക്സിമം പൈസ നമ്മൾ അഡ്വാൻസ് മേടിച്ചേക്കാം നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പൊ ശമ്പളത്തിന് അഡ്വാൻസ് മേടിച്ച് കൈ വെച്ചേക്കണം. അല്ലെങ്കിൽ അവസാനം നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ അവർ പൈസ എടുക്കില്ല. എനിക്ക് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു 10,000-16,000 രൂപ കിട്ടാറുണ്ടായിരുന്നു. അതവിടെ ചെയ്തോണ്ടിരുന്ന അവരുടെ എഴുതുന്നത്. അത് പോട്ടെ, അവര് അങ്ങനെ നമ്മളോട് ദ്രോഹം ചെയ്തു. അപ്പൊ എങ്ങനെയാണ് പൈസ ഇത്രയും പെൻഡിങ്? അതായത് അല്ല, ഞാൻ മാസത്തിൽ ശമ്പളം മേടിക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ അഡ്വാൻസ് മേടിക്കണം. ഓക്കെ, മാസാവസാനം മാത്രം വെച്ച് അഡ്വാൻസ് നമ്മൾ സാധാരണ ഒരു ബാങ്ക് ഒരു ജോലി ചെയ്തത്, സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്തില്ലേ, ആ ഒരു മേഖല ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് അത്ര ഇതിനെപ്പറ്റി ധാരണയില്ലാണ്ട്. ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചോണ്ടെങ്കിൽ ഈ മേഖല